വെൽക്കം ടു അവർ ചാനൽ. സോ ഞാനിന്ന് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് അമ്മയുടെ റോസാപ്പൂ കളക്ഷൻ കാണിച്ചു തന്നു. ഇത് റോസാപ്പൂ അല്ല, ഇത് ബൊഗൈൻവില്ലയാണ്. അപ്പോൾ ഇതാ വൈറ്റ് കളറിലുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ എന്ന് വിചാരിച്ചിരുന്നത്. പല വെറൈറ്റീസ് ഉണ്ട്, ഒരു 10-15 എണ്ണം ഉണ്ട്. പക്ഷേ ഇന്ന് പൂവിട്ടത് മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് കണ്ടാലോ. സോ നമ്മുടെ ഫസ്റ്റ് റോസിനെ പരിചയപ്പെടാം. നല്ല യെല്ലോ കളറിൽ വരുന്ന റോസാണ്. സാധാരണ നല്ല വലിപ്പം ഉണ്ടാവാറുണ്ട്. ഇത് അത്രയ്ക്ക് അങ്ങനെ എത്തിയിട്ടില്ല, എന്നാലും വളരെ ബ്യൂട്ടിഫുള്ളാണ്. സോ നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് റോസാണ്. നമ്മളെ ബൊക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന ക്രിംസൺ റെഡ് കളറിൽ വരുന്ന റോസാപ്പൂ. ഭയങ്കര ഒരു റോയൽ ലുക്കാണ് ഈ പൂവിനുള്ളത്. സോ നെക്സ്റ്റ് വൺ ബട്ടൺ റോസ് എന്ന് പൊതുവേ പറയപ്പെടുന്ന റോസാപ്പൂക്കളാണിത്. ഇതിങ്ങനെ കൊലകൊലയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കാലം എന്നൊന്നുമില്ല, എപ്പോഴും പൂത്തുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരൊറ്റ കൊലയിൽ 10-15 ഒക്കെ പൂക്കളൊക്കെ ഇതിലുണ്ടാവാറുണ്ട് കേട്ടോ. അടുത്തതാണ് നമ്മുടെ എന്താ ഇപ്പോൾ പറയുക, റോസാപ്പൂക്കളിലെ നാട്ടുരാജാവ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ റോസാപ്പൂവിനെ. റോസാപ്പൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം ഈ പൂവിൻ്റെതായിരിക്കും. ഐ ആർ ഷുവർ. കോമൺ ആയിട്ട് എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ടൈപ്പ് റോസാണിത്. അടുത്തതായിട്ട് അധികം കോമൺ ആയിട്ട് കാണാത്തൊരു ടൈപ്പ് റോസാണ്. ഇതിങ്ങനെ കൊലകൊലയായിട്ട് തന്നെയാണ് കാണുക. നല്ല വൈറ്റ് കളറാണ്, മിൽക്കി വൈറ്റ്. നല്ല ക്ലാസി ലുക്ക് വരുന്ന റോസസ് ആണ്. അടുത്തത് ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് റോസ് എന്ന് തന്നെ പറയാം. കാരണം ഇത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്. നോർമലി നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലിയ നീണ്ട ഇതളുകളാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഒരു പിങ്കിഷ് ടിൻറ്റ് ഈ റോസിന് വരുന്നുണ്ട്. അടുത്തതായിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു നാടൻ റോസാപ്പൂവാണ്. ലൈറ്റ് കളറിലാണ് വിരിയുന്നതെങ്കിലും ഡാർക്ക് കളറിലേക്ക് മാറിയിട്ട് പിന്നീട് അത് 2 ദിവസത്തിൽ കൊഴിഞ്ഞു പോകും. ഒരു ബലമില്ലാത്ത ടൈപ്പ് റോസാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, പിടിക്കാനൊക്കെ പേടിയാണ്. അതിൻ്റെ ഇതൾ കൊഴിഞ്ഞു പോകുമോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇതാണ് ഓർക്കിഡ് റോസ്. കുറേ കുഞ്ഞു കുഞ്ഞു ഇതളുകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു ക്യൂട്ട് റോസാണ് ഇത്. നല്ല ഭംഗിയാണ് കാണാൻ. ബേബി പിങ്ക് കളറിലാണ് വരുന്നത്. ഒരു ചെടിയിൽ തന്നെ 10-20 പൂക്കളോളം ഉണ്ടാകും. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ. ഇതാണ് ഒറിജിനൽ പനിനീർ പൂക്കൾ. നല്ല സ്മെല്ലാണ് ഉണ്ടാവുക. ഇന്നലെ പെയ്ത മഴയിൽ എല്ലാം കൊഴിഞ്ഞു പോയി. പോവല്ലേ പോയി. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.